നമസ്കാരം. തള്ളിൽ പിണറായി വിജയൻ എന്ന വൻമരം വീണു. ഇനി ആരാണ് എന്നല്ലേ ദാ കാണ്. 5 തവണ തൃശ്ശൂർ MP പാർലമെന്റ് സസ്പെൻഡ് ചെയ്തു. നരേന്ദ്രമോദി അമീർഷാ പാർലമെന്റിൽ ഇരിക്കുമ്പോഴാണ് രണ്ടാളെ മുഖത്ത് ഈ വിരൽ ചൂണ്ടി മുദ്രാവാക്യം വിളിച്ചുള്ള ഞാൻ, വിരൽ ചൂണ്ടി ചോദ്യം ചോദിച്ച ആളെ ഞാൻ. നരേന്ദ്രമോദിയുടെയും അമീർഷായുടെ മുഖത്ത് സീറ്റിനടുത്ത് ചെന്നിരുന്നിട്ട് വിരൽ ചൂണ്ടി മുദ്രാവാക്യം വിളിക്കുകയും ചോദ്യം ചോദിച്ച ആളാണ് ഞാൻ. എന്നെ ഡൽഹിയിലെ പല മാധ്യമ സുഹൃത്തുക്കളും എന്നോട് പറയാറുണ്ട്, സൂക്ഷിക്കണം. ഡൽഹിയിലെ മലയാളികളായ മാധ്യമ സുഹൃത്തുക്കളടക്കം എന്നോട് പറയാറുണ്ട്, അവരുടെ കണ്ണിലെ കരടാണ്, സൂക്ഷിക്കണം. അതുകൊണ്ട് BJPക്കും RSSനും ഒരുപക്ഷെ അവരുടെ ഒന്നാമത്തെ ശത്രു TM പ്രതാപനായിരിക്കും. ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ഒരൊറ്റ തള്ളായിരുന്നു. വിധി പോലും വിറച്ചുപോയി TN പ്രതാപിൻ്റെ ആ തള്ളിൽ. ഇനി എന്തായിരുന്നു അതെന്നല്ലേ മോദിയുടെയും അമിത്ഷായുടെയും തൊട്ടടുത്ത് പോയി വിരൽ ചൂണ്ടി വിറപ്പിച്ച ആ രംഗം കൂടി ഒന്ന് കാണണ്ടേ? താ കാണ്. TN പ്രതാപൻ. Sir, Trichy is the cultural capital of Kerala and it is a land with wonderful spirit of celebrations and festival like world famous Trichy Puram. Trichy is a beautiful model of social harmony. You can see the most famous religious pilgrim centers of all religions in Trichy. Guruvayur Sri Temple, Thrissur Vadakunnatha Temple, Iriyala Kodalmanikam Temple, Tripura Srirama Temple, Chairman Juma Masjid, which is India's first masjid. Paliyur Church is India's first church. Pilgrim places of Saint Mother Evu Prasiyama Ullur, Saint Mother Mariam Thresia, Iriyalakuda, synagogues are of some of them. Trichy is the land of different experience also. The largest elephant sanctuary in the Asia is in Guruvayur Trichy. The flora and fauna of Trichy with wider beaches, waterfalls, dams, rivers, backwaters, cold wetland and forest is most beautiful. All these are attracting numerous visitors and tourism from all around the world to Trichy. I believe that Trichy is the most apt place for a special integrated circuit of pilgrim, heritage, culture and ecotourism in our country. I request to the central government to consider about a special tourism circuit in Trichy. കണ്ടല്ലോ, പേപ്പറിൽ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി 10-12 പേപ്പറുകളാണ് വെച്ചിരിക്കുന്നത്. ഒരു പാരഗ്രാഫ് ഒരു പേപ്പറിൽ മുഴുവനായിട്ട് എഴുതിയിരിക്കുക. അത് തെറ്റിപ്പോകാതിരിക്കാൻ വലിയ അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 3-4 വരി വായിച്ചതിന് ശേഷം അത് എടുത്ത് മാറ്റിയിട്ട് അടുത്തെടുത്ത് വെക്കുന്നത്. അങ്ങനെ പേപ്പറിൽ നോക്കിയാണ് വായിക്കുന്നത്. മറ്റൊന്നും ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. കാരണം തെറ്റിപ്പോയാൽ ട്രോള് കിട്ടും. അതുമാത്രമല്ല, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മലയാളിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷാണ് ചെയറിൽ ആ സമയത്തിരിക്കുന്നത്. TN പ്രതാപൻ്റെ പേര് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പിന്നീട് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. TN പ്രതാപൻ്റെ കാര്യം അറിയാവുന്നതുകൊണ്ട് TN പ്രതാപൻ അവിടെ എന്തെങ്കിലും പറഞ്ഞോളും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചെയറിലിരിക്കുന്ന അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹം പേപ്പറൊക്കെ എടുത്ത് മടക്കി കപ്പലുണ്ടാക്കി കളിക്കാൻ തോന്നുന്നു. ഇനി ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നോക്കി തപ്പിപ്പെറുക്കി വായിക്കുന്ന TN പ്രതാപനെയാണ് നമ്മൾ ഈ സീനിൽ കാണുന്നത്. ഈ TN പ്രതാപനാണ് മോദിയുടെയും അമിത്ഷായുടെയും നേരെ പോയി നിന്ന് വിരൽ ചൂണ്ടി മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയുന്നത്. അല്ല TN പ്രതാപ, ഏത് ഭാഷയിൽ? മോദിക്കും അമിത്ഷായ്ക്കൊക്കെ മനസ്സിലാവുന്ന ഭാഷ ഹിന്ദിയും ഗുജറാത്തിയൊക്കെ മനസ്സിലാവും, ഇംഗ്ലീഷ് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും. താങ്കൾ ഇതിൽ ഏത് ഭാഷയിലാണ് അവിടെ പോയിട്ട് ഈ മുദ്രാവാക്യം വിളിക്കുകയും കൈ ചൂണ്ടി സംസാരിക്കുകയും ചെയ്തത്? പേപ്പറിൽ എഴുതിക്കൊണ്ട് പോയ സാധനം പോലും തപ്പിപ്പെറുക്കിയാണ് വായിക്കുന്നത്. അത് എത്ര ബുദ്ധിമുട്ടിയാണ് വായിക്കുന്നത് എന്ന് ഇത് കണ്ടാൽ അറിയാം. തള്ളുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ തള്ളലുകാരുടെ ആസ്ഥാന രാജാവായിട്ടുള്ള പിണറായി വിജയനുള്ള ഒരു സംസ്ഥാനമാണ് ഇതെന്ന് വെച്ച് ഒരാളുടെ തന്നെ നമ്മൾ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ താങ്കൾ കൂടെ ചേർന്ന് ഒരു തള്ളു തുടങ്ങിയാൽ എങ്ങനെ ശരിയാവാനാണ് പ്രതാപ? അതുകൊണ്ട് വിശ്വസനീയമായ തള്ളുകൾ മാത്രം ഇനിയെങ്കിലും തള്ളാൻ ശ്രമിക്കുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.